എന്തൊക്കെയാണ് ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ ഹോ രേണു രേണു വീണ്ടും ഒരു വൈറൽ പോസ്റ്റ് അങ്ങെടുത്ത് ഇട്ടിരിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ ബിഷപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ കുറേയധികം ചർച്ചകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ തന്നെ. അതായത് ഈ ബിഷപ്പിനെതിരെ രേണു അങ്ങ് പച്ചയ്ക്ക് പറയുന്ന ഓരോ കാര്യങ്ങളും അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയും, പിന്നെ ബിഷപ്പ് രേണുവിനെതിരെ പറയുന്നത് പിന്നെ വീടൊഴിയണമെന്നോ അത് ഇത് മറ്റത് മറിച്ചത്, അങ്ങനെ ഒരു സമയത്ത് വലിയ തോതിലുള്ള പ്രശ്ന കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ബിഷപ്പും രേണുവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു പോസ്റ്റ് അങ്ങ് രേണു ഇട്ടിരിക്കുന്നു. ബിഷപ്പും ഒത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് രേണുവിന്റെ പേജിൽ അങ്ങിട്ടിട്ട് രേണു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്: ബിഷപ്പ് നോബൽ ഫിലിപ്പ് സ്തുതിലയത്തിൽ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമാണ്. താങ്ക് തിരുമേനി, എൻ്റെ ഭാഗത്ത് നിന്നും അങ്ങേക്ക് ഉണ്ടായ വിഷമത്തിന് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് രേണു ഇട്ടിരിക്കുന്നത് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ. ഹോ, എന്താ പറ്റി രേണു? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പൊ എന്താ പറ്റി? ഇപ്പോ ബിഷപ്പ് എല്ലാം കൊണ്ടും എന്താ പറയാ, നല്ല ഒരു ആളായി മാറിയോ രേണുവിന്? ഇതിനു മുന്നേ എന്തൊക്കെയായിരുന്നു ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞത്? അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്. ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഈ ബിഷപ്പ് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ സുധിയുടെ ഓർമ്മ ദിനത്തിൽ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ ആളുകൾ കുറേയധികം ആ ഒരു വീഡിയോ താഴെ കമന്റ് ചെയ്തതാണ്, ഇതെന്താ കാണുന്നത്, ഇവർ തമ്മിൽ ഇപ്പോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ എന്നൊക്കെ തരത്തിലുള്ള ചില കമന്റുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണു തന്നെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈ പറയുന്ന രീതിയിൽ ബിഷപ്പിനോട് മാപ്പ് പറയുന്ന തരത്തിലോട്ട് വേദി രേണു കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. എന്തൊക്കെയാടി കാണേണ്ടതും എന്തൊക്കെയാടി കേൾക്കേണ്ടതും? ഇതാണ് പറയുന്നത്, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ബിഷപ്പിനെ കുറിച്ച് രേണു അങ്ങ് തുള്ളിച്ചാടി അങ്ങ് എന്തൊക്കെയോ ഇതാക്കി ഒക്കെ അതാണ് പറഞ്ഞത്. അല്ല, അറിയാൻ പറ്റിട്ട് ചോദിക്കുക, ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ അതൊക്കെ അങ്ങ് മറന്നോ? ഇപ്പൊ ബിഷപ്പ് എല്ലാം ഓക്കെ ആയോ? വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ? അതാണ് പറയുന്നത്. നമ്മൾ ഓരോ സമയത്ത് പറയുന്ന കാര്യങ്ങൾ അത് നോക്കിയും കണ്ടും ഒക്കെ പറയണം. ഇല്ലെങ്കിൽ അവസാനം എന്താ പറയാ, പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. എന്തായാലും എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും ബിഷപ്പുമായിട്ട് എല്ലാം കോംപ്രമൈസ് ആയി അവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. ഇത് മാത്രമല്ല, ഈ ക്യാപ്ഷന് താഴെ ബിഷപ്പ് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ രേണുവിനെ കുറിച്ച്. ബിഷപ്പ് തന്നെ അതിൻ്റെ അകത്ത് രേണുവിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ് ബിഷപ്പ് തന്നെ അതിൻ്റെ അകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഷപ്പിനും പ്രശ്നമില്ല, ഇപ്പോൾ രേണുവിനും പ്രശ്നമില്ല. അപ്പോൾ ഇതിൽ ആരായി ശശി? ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്ന നാട്ടുകാരായി ശശി എന്ന് വേണമെങ്കിൽ പറയാം. അവർ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കോംപ്രമൈസ് ആയി, വേറെ രീതിയിലുള്ള കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും കുറ്റം പറഞ്ഞിരുന്ന നാട്ടുകാര് ഇപ്പൊ പുറത്തായി, അവരകത്തുമായി. എന്താ പറയാല്ലേ? ഇതൊക്കെയാണ് പറയുന്നത്. ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം ഒരു പുകമറയാണ്. ഇന്ന് കാണുന്നതല്ല നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ രേണുവിന്റെയും ബിഷപ്പിന്റെയും കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കോംപ്രമൈസ് ആയല്ലോ. ഇപ്പൊ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ പറയാ, രേണു ഈ പറയുന്ന രീതിയിൽ നാളെ വന്ന് ഇനിയിപ്പോ ആരെയും തെറി വിളിക്കാതിരുന്നാൽ മതി ശരിക്കും പറഞ്ഞാൽ. കാരണം രേണുവിനെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും നാട്ടുകാർ പറഞ്ഞാൽ പിന്നെ അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അതൊരു വീഡിയോ ആക്കി തെറി പറയലാണ് രേണുവിന്റെ സ്ഥിരം തൊഴിലെന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. കാരണം ആരുമായിട്ട് നമ്മൾ ഈ ശത്രുത വച്ച് മുന്നോട്ട് പോവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ തെറ്റിദ്ധാരണകൾ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടായി കാണും. അതൊക്കെ ഈ പറയുന്ന രീതിയിൽ അന്നേരത്തെ ആ ഒരു രീതിയിൽ ചിലപ്പോൾ പലതുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു കാണാം. അതൊക്കെ തന്നെ ചിലപ്പോൾ എന്താ പറയാ, മറന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആയിട്ട് അവർ ആ ഒരു രീതിയിൽ പ്രശ്നം പറഞ്ഞ് തീർത്ത് കാണാം. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ബിഷപ്പും രേണുവും കൂടി ഈ പറയുന്ന രീതിയിൽ ഒന്നിച്ച് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ പുറത്ത് വരത്തില്ലല്ലോ. അതോടൊപ്പം തന്നെ ബിഷപ്പ് രേണുവിന്റെ വീട്ടിൽ വരത്തില്ലല്ലോ. എന്തൊക്കെയായിരുന്നു? ആ വീട് ഒഴിയണം, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്. പിന്നെ ബിഷപ്പിനെതിരെ രേണു വരുന്നു, രേണുവിനെതിരെ ബിഷപ്പ് വരുന്നു. അപ്പൊ ഇതാണ് പറയുന്നത്, നമ്മൾ എന്തും അങ്ങ് എന്താ പറയാ, അങ്ങേയറ്റം അങ്ങ് ഇതാക്കി പറയരുത്. അതായത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പലതരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. ആ പ്രശ്നം വലിയ തോതിൽ അങ്ങ് ഊതിപ്പെരിപ്പിച്ചെന്തോ വലിയ ഒരു ആനസംഭവമായി മാറി. ഇപ്പോൾ ഇതാ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, കാര്യങ്ങളുമില്ല. എന്നാ പറയാനാ? രേണു തന്നെ എന്തൊക്കെയാ പറഞ്ഞതൊന്നും പറയണ്ട. ബിഷപ്പിനെതിരെ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ തന്നെ.
എന്തായാലും കോംപ്രമൈസ് ആയല്ലോ. ഇനി ഈ പറയുന്ന രീതിയിൽ നാളെ ഇനി ഒരു സമയം വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ട് വരാതിരുന്നാൽ മാത്രം മതി. അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് ഇനി ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെതായിട്ട് ബിഷപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇനിയിപ്പോൾ സംഭവിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കാതെ.